അച്ഛാ, അച്ഛാ, അച്ഛൻ എവിടെയാ ഉള്ളത്? കാർ എവിടെയാ അച്ഛാ പാർക്ക് ചെയ്തിരിക്കുന്നേ? എടാ മഹാഭാവി, എത്ര പ്രാവശ്യം നീ മേലെ വന്നടാ, എന്നിട്ട് ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ കണ്ടില്ലേടാ. അച്ഛാ, അച്ഛനെന്ന് വെച്ചാ മരത്തിന് മേളിലേക്കണേ. അച്ഛാ, ബാഗ് വണ്ടി തന്നെ ഉണ്ടല്ലോ അല്ലേ? എടാ, കുടുംബം മുഴുവനും തൂങ്ങിക്കിടക്കുന്ന കണ്ടില്ലേ? നിനക്ക് ബാഗാണോടാ പ്രധാനമേ? ഒന്ന് വന്ന് രക്ഷിക്കണം. ഞാൻ വരാം. അച്ഛാ, എന്തായാലും ഒരു സേഫ്റ്റിക്ക് ബാഗ് ആദ്യമേ താഴേക്കിട്. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല മോനെ. ആദ്യം ഇവിടുന്ന് ഇറക്കി വിട്, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. എടാ മോനെ, എടാ കാശു. അച്ഛാ, ആ മിനിസ്റ്ററാണ് ഏതോ സ്വാമിമാരെയൊക്കെ വെച്ച് നമുക്ക് ഈ പണിയെല്ലാം പണിഞ്ഞത്. അല്ലച്ചാ, ആ മിനിസ്റ്ററും സ്വാമിയൊന്നും അല്ലച്ചാ. ആ തെലുങ്ക് പറഞ്ഞതുപോലെ തന്നെ സത്യത്തിൽ ഇവിടെ എന്തൊക്കെയുണ്ടച്ചാ. എന്താ അവര് പറയുന്നത്? ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയത് ശരിയാണ്. പക്ഷെ ഇവിടേക്കോ പോയിക്കൊണ്ടിരുന്ന നിങ്ങളെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന എന്തിനാടാ ഇങ്ങനെ പേടിച്ച് ഓടുന്നത്? നമ്മുടെ കുടുംബത്തിലാവയാ. വാടാ, നമുക്ക് ഓടി പോവാടാ. അയ്യോ അച്ഛാ, ബാബാ, ഒരു മൊന്തയാണ്. അതെ ജി. ഇത് പ്രേതമാടാ. ഞാൻ പ്രേതമല്ല സാർ. എന്തിനാണ് അത് പ്രേതത്തിനെ പോലെ പറയുന്നേ? എന്താ, കാലുണ്ടോന്ന് നോക്കണോ? അതെ. അങ്ങനത്തെ ലോജിക്കൊന്നും നോക്കണ്ട സാർ. ഇപ്പോഴത്തെ പ്രേതങ്ങൾക്ക് ഫുള്ളായിട്ടുണ്ട്. അങ്ങനെയാണോ? ശരി. അയ്യോ, എന്റെ അമ്മേ. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഏതാണ് സ്ഥലം? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഏകദേശം 700-800 വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയൊരു കൊട്ടാരമായത്. രത്നമാദേവി എന്നുള്ള മഹാറാണിയുടെ കൊട്ടാരം. പെട്ടെന്നൊരു നാൾ തീ പിടിച്ച് കൊട്ടാരം മുഴുവൻ ചാമ്പലായി പോയി. ഇത്രക്കടുത്ത് വന്ന് പേടിപ്പിക്കല്ലേ. പേടിയുണ്ടോ? കുറച്ച്. ബാക്കി പറ. പിന്നീട് കൊട്ടാരത്തിന്റെ ഭരണ ചുമതല വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടി. അവരവരുടെ ഓഫീസർമാർക്ക് വേണ്ടി ഇതിനെ ലൈബ്രറിയാക്കി തരപ്പെടുത്തി വെച്ചു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ഒരു ഓഫീസർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുസ്തകത്തിൽ നിന്നൊരു പട്ടി ജീവനോടെ പുറത്തേക്ക് വന്ന് കൊരവള്ളി കടിച്ചു തുപ്പി കണ്ണു വെളി വന്ന് അതിദാരുണമായി ചത്തു. അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് ഡെത്ത്. അതിനുശേഷമായി കൊട്ടാരം പൂട്ടിയത്. അതിനുശേഷമായി ഇതിന് പ്രേതഭവനം എന്ന് വിളിപ്പേരുണ്ടായത്. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്റെ അടുത്തേക്ക് വന്ന് നിൽക്ക്. എല്ലാരും ഒന്ന് വാ. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരം നമ്മുടെ ഗുണ്ടൂർ ജലപതി റാവു രാഷ്ട്രീയക്കാരെയൊക്കെ കയ്യിലെടുത്ത് ചില്ലിക്കാശിന് വാങ്ങിച്ചു. ആ റാവു കുറെ പൂജാരികളെയും വിളിച്ചോണ്ട് ഒരു പൂജ ചെയ്യാന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി. റാവു വിളിച്ചോണ്ട് വന്ന പൂജാരികള് എന്നാ നിർത്തി കളഞ്ഞത്? ഒന്ന് പറഞ്ഞു തൊലക്കേ. എങ്ങനെ തല മുഴുവനായിട്ടും തെക്കോട്ട് തിരിച്ച് എന്ന് വിളിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തലമുടിയിൽ ഇങ്ങനെ പിടിച്ച് ചുഴറ്റി ഇങ്ങനെ വാട്ടം കറക്കി പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്രേ. അതോടെ റാവു സ്ഥലം വിട്ടു. കിട്ടിയ വിലക്ക് വിൽക്കാന്ന് വിചാരിച്ച് അവസാനം റാവു എന്നെ കാണാൻ വന്നു. കമ്മീഷൻ കിട്ടുമെന്ന് കരുതി ഞാൻ ബ്രോക്കറായി. അവിടെ നിൽക്കല്ലേ, ഇങ്ങോട്ട് വാ.
ചലപതി റാവു നിന്നെ വന്ന് കണ്ടായിരുന്നോ മോനെ? വന്ന് കണ്ടു. റൗണ്ട്സിലുണ്ടെന്നാ തോന്നുന്നേ. പിന്നീട് ഒരു ദിവസം ധൈര്യമായിട്ട് ഇവിടെ താമസിച്ച് കാണിക്കേ, എന്നിട്ട് വിറ്റോന്ന് പറഞ്ഞ് 5 ലക്ഷം പണവും തന്നു. അപ്പൊ ഇതുപോലെ ഏന്ന് വാ വിളിച്ചതുകൊണ്ടാ ഉള്ളിൽ കുടുങ്ങി പോയത്. ഞാൻ വരുമ്പോ 3 വാതില് തുറന്നിരുന്നു. ഫ്രീ ആയിട്ട് അകത്ത് വന്നു. തിരിച്ചു പോകാൻ നോക്കിയപ്പോ എല്ലാ വാതിലും പൂട്ടിക്കിടക്കുക. നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഒരു തുള്ളി മൂത്രം പോയിട്ട് 1.5 ദിവസമായി. എന്താ? ഫുൾ ലോക്ക് ജാമായി പോയി ജി. അയ്യോ, ഇപ്പൊ നിങ്ങൾ വന്നല്ലോ, പ്രേതൊഴിപ്പിക്കാൻ വന്നതല്ലേ. നിങ്ങളെന്താ ജാമായി നിൽക്കുന്നേ? ഒഴിപ്പിക്ക്, വേഗം ഒഴിപ്പിക്ക്. കെട്ടിയോളുമാരെ കാണാൻ കൊതിയായിട്ട് വയ്യ. പക്ഷേ ഒരു കാര്യം, വളരെ കെയർഫുൾ ആയിരിക്കണം. 700-800 വർഷം പ്രായമുള്ളവരാ. കെയർഫുൾ. എടോ, ഈ പ്രേതം എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ ശരിക്കും എത്ര പ്രേതമുണ്ട്? 13 പ്രേതങ്ങൾ. അയ്യോ, എന്താടാ പുതിയ കഥയർക്ക്? ജനങ്ങൾ അവനെ സ്വാമിന്ന് വിളിക്കുന്നു, AC അവനെ ഫ്രോഡാന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പ്രേതമെന്ന് പറയുന്നു. 500 കോടി രൂപ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങാനാടാ? എന്താ പറ്റിയത്? ഇതെന്നെ ഏൽപ്പിച്ചാ മതി. അവരെന്തോ കണ്ട് പേടിച്ച് അത്രേ ഉള്ളൂ. അതിൽ പാർട്ടിയുടെ ഡോക്യുമെന്റ്സും ഉണ്ട്. 2 ദിവസത്തിനകം ലീഡറെ കാണിക്കണം. ടെൻഷൻ വേണ്ട. അഥർവവേദത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നോക്കിക്കോളാം. ഇനി നമ്മള് കാണുമ്പോ പണമായിട്ടേ കാണൂ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊന്നും നഷ്ടപ്പെടില്ല. അപ്പൊ മൊത്തം അങ്ങ് പൊക്കോളും. ധൈര്യമായിട്ട് പൊക്കോ. ഇങ്ങോട്ട് ക്യൂവി വന്ന് നിന്നേ. ഒന്നുകൂടില്ല. ഒന്നുമില്ലെന്ന്. അച്ഛാ, അമ്മേ, എല്ലാവരും 10 അടി മാറി നിൽക്ക്. എല്ലാ പ്രേതവും എന്റെ പുറത്താണ് കയറിയിരിക്കുന്നത്. അത് പ്രേതമല്ല, ഞങ്ങളാ. ഭയന്ന് വിറച്ചപ്പോ ചാടി കേറി പോയി മോനെ. നിങ്ങളായിരുന്നു പ്രേതങ്ങള്. ഇറങ്ങ്. ഒരു മനുഷ്യൻ എത്രമാത്രം വെയിറ്റ് താങ്ങാൻ പറ്റും? പേടിക്കണ്ട. പേടിച്ചെങ്ങനെ പേടിച്ചോണ്ടിരിക്കും. പേടിക്കാതിരുന്നാ പേടിക്കില്ല. നീ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്ന കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാകുന്നത്. ലൈറ്റ് എടുത്തേ. വേഗം ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. நமக்கு வெளிச்சவே வேணாம்ப்பா, இருட்டிலேயே இருந்துருவோம்ப்பா. அதான்ப்பா சேஃப்டி. ஐயோ, என் பேக், என் பணம்.
ആരാണോ ഇതൊക്കെ? അവരുടെ ചീഫാ. ഇയാളാ അവരുടെ തലവൻ. തലയില്ലാത്ത തലവനോ? ഞങ്ങളെ എന്തിനാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? മറ്റു പല കാരണങ്ങളാൽ മണ്ണ് വിട്ട് വിണ്ണിലേക്ക് പോകുവാൻ ഞങ്ങൾക്ക് ഏറെ തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ നിങ്ങളാണ് നീക്കം ചെയ്യേണ്ടത്. എന്താ പറയുന്നെന്ന് മനസ്സിലായോ ജി? നിറവേറാത്ത ആഗ്രഹങ്ങളുമായി ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന ആത്മാക്കളെ പൂജ നടത്തി സ്ട്രെയിറ്റ് ആയിട്ട് സ്വർഗത്തിലേക്ക് അയക്കില്ലേ? അതുപോലെ ഇയാളെ വായിക്കാൻ പറയുക. ഞങ്ങൾ ആത്മാക്കളെല്ലാം വെണ്ണിലേക്ക് അയക്കുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞ? നിങ്ങൾ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഈ തൊഴിലില് ഞങ്ങൾ എങ്ങനെ വിജയിച്ചു എന്ന് വെച്ചാൽ, ഒന്നല്ല രണ്ടല്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള 5 പേരും തന്നെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. ഇതിന് മുന്നേ തന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലാഡിയേറ്റർ അലക്സാണ്ടറിന്റെ കുടുംബത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതിനു മുന്നേ ഇളങ്കോവടികൾ അനിയന്റെ കുടുംബത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഒന്ന് നോക്കിയാൽ നമ്മുടെ കുടുംബം തന്നെയാണ് മുൻപന്തിയിലുള്ളതെന്ന് സംശയമില്ല. ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ 1000 ആത്മാക്കളെ കൊണ്ടുവന്ന് അവരെല്ലാം ശാന്തരാക്കുകയും ലൈറ്റിലേക്ക് അയക്കുന്ന ഒരു ഗിന്നസ്, അതാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പേപ്പറിലും മറ്റും പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. പോസ്റ്റർ കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചാനലിന്റെ മുമ്പിൽ നിറയെ ഒട്ടിച്ചിട്ടുണ്ട്. ഉള്ളിൽ വന്നവിടുന്ന് എല്ലാരും കൂടി ഈ പേപ്പറിലേക്ക് തുറച്ചു നോക്കി. അതിനുശേഷം എന്നെ നോക്കി. ഉടനെ ആൾ ഡോർ ക്ലോസ്ഡ്. വേഗം ഇവർക്ക് മോക്ഷം കൊടുക്കാൻ വീട്ടിലേക്ക് പോവാം. ആവശ്യമില്ലാതെ പരസ്യം കൊടുത്ത് മൊത്തത്തിൽ കുടുങ്ങിയല്ലോ ഈശ്വര. ചെയ്ത പരസ്യങ്ങളെല്ലാം പ്രേതത്തിന്റെ കാതിലെത്തിയോ? സാറേ സാറേ, അങ്ങ് വിചാരിക്കുന്ന പോലെ ഈ പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒന്നും ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അലാവുദ്ദീനും അത്ഭുത വിളക്കും കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. ഇതൊക്കെ പറഞ്ഞാലും എന്റെ വല്യമ്മച്ചിക്കാണെങ്കിൽ ആ വല്യമ്മച്ചിയെ കാണുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രേതത്തെ ഓർക്കാറുണ്ട്. ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി പ്രേതത്തെ ഓടിക്കുന്നൊക്കെ ചുമ്മാ നമ്പർ ഇറക്കിയതാ. ഒന്നും ചെയ്യല്ലേ. പറഞ്ഞു വന്ന കണ്ണീരും മനക്ലേശവുമായി മരിച്ചവരുമായി സമ്പർക്കം പുലർത്തണമെന്ന ആഗ്രഹവുമായി വരുന്ന പാവപ്പെട്ടവരുടെ വേദന നിങ്ങൾ വരുമാന മാർഗമാക്കി. മോനെ, എടാ മോനെ, സത്യം പറഞ്ഞ ജീവൻ പോവടാ. കസ്റ്റമറിനോട് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിക്കും മോനെ. ഇപ്പൊ എന്താ, തലവന് വീട്ടിലേക്ക് പോകണം, അത്രയേ ഉള്ളൂ. അത് ഞങ്ങൾ ചെയ്യണം. അത്രേ ഉള്ളൂ ജി. ഉടനെ തന്നെ പോവാം. 5 നിമിഷത്തെ പണിയുള്ളൂ. പപ്പടം പൊടിക്കും പോലെ ശരിയാക്കി തരാം. ഞാൻ തന്നെ ചെയ്തേക്കാം. അച്ഛാ, അച്ഛനെ ഏറ്റെടുക്കുന്നോ അതോ ഞാൻ തന്നെ ചെയ്യണോ അച്ഛാ? ചെറിയ ജോലിയല്ലേ, അത് നീ തന്നെ ചെയ്താ മതി. ഇപ്പൊ ശരിയാക്കാം. ഞാൻ ഉടനെ തന്നെ അയച്ചേക്കാം. ബോസ്, ഒരു സൂപ്പർ ഐഡിയ പറയട്ടെ. അതായത് നേരെ വീട്ടിലേക്ക് പോയിട്ട് തണുത്ത തുളസി വെള്ളത്തിൽ കുളിച്ചിട്ട് ഈര തുണിയോടെ വെറും വയറ്റില് പ്രത്യേക സമയത്ത് പ്രത്യുക ദേവിയുടെ മുമ്പിൽ വെച്ച് ചതുർമുഖ സർവേശ്വര സഹസ്രനാമ മന്ത്രം 1008 തവണ ചൊല്ലിയെന്ന് വെച്ചോ, ബോസിന് ഈ ലോകത്തിൽ നല്ല വേറെ ഏത് ലോകത്തിലേക്ക് വേണമെങ്കിലും പോവാം. ഇവിടെ മറ്റാർക്ക് പുനർജന്മമൊന്നും വേണ്ടല്ലോ അല്ലേ? ബോസിനെ പെട്ടെന്ന് അയക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കാം. അമ്മേ, അച്ഛാ, ബോസ് എനിക്ക് കഥ തുറന്നു തരാൻ പോവാ, പെട്ടെന്ന് വരണേ. അച്ഛാ, ബാഗ് അങ്ങ് എടുത്തോ. നീ പറയുന്നത് പോലെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്നവനാണെന്നാണ് എന്റെ വിശ്വാസം.
വിശ്വസിക്കൂ ബോസ്. വിശ്വാസത്തിനു മേൽ എനിക്ക് മറ്റൊരു വിശ്വാസമില്ല. നടക്കാനുള്ളത് എന്താണെങ്കിലും 4 ചുവരുകൾക്കുള്ളിൽ 3-ാം നാൾ വരുന്ന നവകാളി പൗർണിമയ്ക്ക് നടന്നു തന്നെ ആകണം. ഞങ്ങളുടെ തടസ്സങ്ങൾ നീക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങളുടെ സ്വർഗവാതിൽ തുറക്കുന്ന സമയം നിങ്ങൾക്ക് ഈ വാതിലും തുറക്കും. നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോ എന്റെ ഈ പണവും കാണും. നിന്നെയൊക്കെ വിശ്വസിച്ചല്ലോ.